നമ്മൾ എന്തിനും തയ്യാറാണ്. പക്ഷെ അപർണയുടെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടം. കാരണം ഓണയറിലൊക്കെ അപർണ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നത് അപർണ പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു സംസ്ഥാനത്തേക്ക്. അതായത് ജനാധിപത്യ മര്യാദകൾ പരിപൂർണമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്ന ചില സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അഴിമതിയാണോ അതിന്റെ പ്രഭവ കേന്ദ്രമാണോ? നിങ്ങൾ ആ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ പോയ സ്ഥലം കച്ചൈത്തീവ് എന്ന് പറയുന്ന ഒരാവശ്യവുമില്ലാത്ത ഒരു വിഷയം എടുത്തുകൊണ്ടുവന്ന് അത് കത്തിക്കാൻ ശ്രമിച്ച് അത് ഏത് തരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് നാളെ ഈ BJP തമിഴ്നാട് പിടിക്കാനുള്ള ശ്രമം ഒന്നും രക്ഷപ്പെടില്ല. മുകളിൽ വോട്ടും 4 സീറ്റുകളും BJPക്ക് തമിഴ്നാട്ടിൽ കിട്ടും. സംശയമില്ല. സംശയമുണ്ടോ? നാളെ കാണാം. രഞ്ജിത്ത്, തമിഴ്നാട്ടിൽ 4 സീറ്റ് അങ്ങനെ വന്നാൽ അണ്ണാമലയുടെ വരവിലൂടെ ഒരു നേട്ടം ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു നേട്ടം, കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാകാതെയും പോയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ BJPക്കാണ്. അങ്ങനെ ഒരു നേട്ടം ഉണ്ടായി ഇവിടുത്തെ നേതൃത്വത്തിനെ മാറ്റി ആ രീതിയിലുള്ള പരീക്ഷണങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് രഞ്ജിത്ത് മനസ്സിലാക്കുന്നുണ്ടോ? സംസ്ഥാന നേതൃത്വം ഇപ്പൊ തമിഴ്നാട്ടിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ സീറ്റ് നേടുകയും കേരളത്തിൽ സീറ്റ് നേടാതിരിക്കുകയും ചെയ്താൽ അണ്ണാമലയെ കൊണ്ട് വന്നതുപോലെയുള്ള പരീക്ഷണം സംസ്ഥാനത്തുണ്ടാകും. അല്ല, ഞാൻ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയത്. 24% വോട്ട് കേരളത്തിൽ BJPക്ക് കിട്ടും. ശതമാനം വോട്ട് 24 കേരളത്തിൽ മറുപടി പറയാണ്. 2 സീറ്റുകളും BJPക്ക് കിട്ടും. 2 സീറ്റ്. അയ്യോ, ഇന്നലെ ഇത് ഇതല്ലായിരുന്നു. രാത്രി പുതിയ കണക്കെടുത്തു. തമിഴ്നാട്ടിലേക്ക് വരാം. ഇന്നലെ 5 വരെ എത്തിച്ചിരുന്നു. തമിഴ്നാട്ടിൽ അല്ല, അതിലൊരു തർക്കമില്ലാത്തൊരു വിഷയമുണ്ട്. DMK സംബന്ധിച്ചിടത്തോളം DMK എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് ഒരു വശത്ത് കൃത്യമായിട്ട് കണ്ടറിയുന്ന കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമല്ലാത്തുള്ള ചില അലയൻസുകളിലൂടെ പോയതിന്റെയൊക്കെ ഒരു ലെസൺ ഒക്കെ കിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം. അപർണ ദീർഘവീക്ഷണത്തോടെയാണ് BJP എപ്പോഴും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അവിടെ 10ഓളം പ്രാദേശിക കക്ഷികളുമായി BJPക്ക് സഖ്യമുണ്ട്. 10 രാഷ്ട്രീയ കക്ഷികളും അവിടെ പ്രാദേശികമായി ഏറെ പ്രാധാന്യമുള്ള കക്ഷികളാണ്. അതിന്റെ ഗുണഫലം കിട്ടുക BJPക്കാണ്. നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടാകുന്നത്. അതിന് പകരം കോയമ്പത്തൂരിൽ അണ്ണാമല തോക്കുകയാണെങ്കിൽ BJPക്ക് കിട്ടാൻ പോകുന്ന പ്രഹരം ചെറുതായിരിക്കില്ല രഞ്ജിത്തെ. ആ രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള തിരിച്ചടി തമിഴ്നാട്ടില് കിട്ടുമെന്ന് അത് ഉറപ്പായിട്ട് എനിക്കത് അത്ര ഉറപ്പാണ്. പറഞ്ഞതിൽ തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം CPM ഭരിച്ചിരുന്ന ത്രിപുര എത്ര വേഗത്തിലാണ് ട്വിസ്റ്റ് ചെയ്ത് BJP അവിടെ വരുന്നത്. ഇങ്ങനെ പല പ്രബലമായ ഒരു കക്ഷി തന്നെ ഭരിച്ചിരുന്ന സ്റ്റേറ്റുകളിൽ പെട്ടെന്ന് BJP വരികയും അവിടെ ഒക്കുകയും അവർ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ബാലികേറിയ മലയായി നിൽക്കുന്ന 2 ഇടങ്ങൾ അത് കേരളവും തമിഴ്നാടും തന്നെയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, BJP ഇവിടെ ഒഴുക്കിയ പണവും ഇവിടെ ചെലവഴിച്ച വിയർപ്പും അതിൻ്റെ 4/1 പോലും, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിൻ്റെ 4/1 പോലും അതിൻ്റെ ഫലം എത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. തർക്കമൊന്നുമില്ല. തമിഴ്നാട്ടിൽ സംഭവിക്കാതായിരിക്കും. അവിടെയാണ് ദീദിക്ക് നമുക്ക് സമാനമായി ഈ സ്റ്റാലിനെ ഉപമിക്കേണ്ടി വരുന്ന സാഹചര്യം. കാരണം അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചു, പൊളിറ്റിക്സ് അതൊരു കലയാണ്. ആ കല കൃത്യമായി തിരിച്ചറിയുന്നത് വർഷങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ്. ആ സാധ്യത BJP കാണുന്നുണ്ട്. അതാണ് ഈ സഖ്യമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുന്നിൽ എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ കാണുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സാധ്യത. കാരണം നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, DMK എന്ന കക്ഷി തമിഴ്നാട്ടിൽ DMK മുന്നണി, ഇന്ത്യ മുന്നണി എന്നത് DMK ഉൾപ്പെടുന്ന തമിഴ്നാട്ടിലെ മുന്നണി. യഥാർത്ഥത്തിൽ അത് കോൺഗ്രസും CPM ഒക്കെ ചേരുന്നുണ്ടെങ്കിലും അത് DMK തന്നെയാണ്. കാരണം DMKക്കാണ് മുഴുവൻ. പക്ഷേ എത്ര വേഗത്തിലാണ് അവർ സീറ്റുകൾ വീതം വെച്ച് കോൺഗ്രസിനും ഉദാരമതികളായി കോൺഗ്രസിനും CPM-നും വിധിച്ചു കൊടുക്കുക. അവരുടെ ലക്ഷ്യം ഇതാണ്. ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് വേണ്ട, മുഖം വേണ്ട, ഞങ്ങൾക്ക് പേരിന് മതി. പക്ഷേ ഈ സ്റ്റേറ്റിലേക്കുള്ള കടന്നുവരവ് തകർക്കണം. അതിന് കോൺഗ്രസും CPM-ഉം അടക്കമുള്ള ഇടതു കക്ഷികൾ ഞങ്ങളോടൊപ്പം കൈമെയ് മറിഞ്ഞു നിൽക്കണം എന്നൊരു പൊളിറ്റിക്കൽ ഫിഗറുണ്ട്. അവിടെയാണ് ദീദി കളിക്കുന്നത്, ഇവിടെ സ്റ്റാലിൻ കളിക്കുന്നത് എന്നതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത കൂടിയാണ്. തമിഴ്നാട് രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയവുമായി കേന്ദ്രീകരിച്ചാണ്. പ്രാദേശികവാദം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട BJPയുടെ ഹിന്ദുത്വം അല്ല തമിഴ്നാട്ടിലെ ഹിന്ദുത്വം. BJPക്ക് വല്ലാതെ പേടിയാണ് തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയം. അമിത്ഷാ
അമിത്ഷായുടെ പരാമർശങ്ങൾ ഹിന്ദി ട്രാൻസ്ലേഷൻ നടത്തണം എന്ന് DMK-യുടെ MP പറഞ്ഞതിന് ശേഷം നടത്തിയത്. ഞാൻ പ്രാദേശികവാദത്തിൽ നിന്ന് അപ്പുറത്തേക്ക് തമിഴ് രാഷ്ട്രീയം മാറി എന്നാണ് BJP-ക്ക് ബാലികേറാമലയൊന്നും അല്ല തമിഴ്നാട്. അതിന്റെ ഒരു ലക്ഷണങ്ങൾ ഈ തമിഴ്നാടിനെ സംബന്ധിച്ച് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോഴും എൻ്റെ അഭിപ്രായം തെറ്റായിരിക്കാം, തമിഴ്നാട്ടിൽ BJP വിജയിക്കുന്നത് അല്ലെങ്കിൽ BJP വിജയിക്കുകയല്ല, BJPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ പറ്റില്ല എന്ന് നിരീക്ഷിക്കുന്ന ഒന്നാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സഹിത്ത് ഒരു 2 മിനിറ്റ് തന്നാൽ, ഹിന്ദി ഹൃദയഭൂമിയിലൂടെയാണ് BJP വളർന്നു പന്തലിക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയുടെ ഒരു പ്രത്യേകത അവിടുത്തെ ഭാഷാപരമായ പ്രത്യേകതയാണ്. ഹിന്ദിയോട് ചേർന്ന് നിൽക്കുന്ന, ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകളാണ് ആ സർക്കിളിലുള്ളത്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ BJPയുടെ ഒരു പ്രശ്നം, നമ്മൾ മലയാളികളാണ്, നമുക്ക് തമിഴ് മനസ്സിലാവും, പക്ഷെ കന്നഡ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് മനസ്സിലാവില്ല, തെലുങ്ക് മനസ്സിലാകില്ല. ഈ മേഖലയിലേക്ക് ഒരു ക്രൗഡ് പുള്ളർ നേതാവിനെ BJPക്ക് വേണം. BJP നേരിടുന്ന പ്രശ്നമാണ് ഒന്നാണല്ലോ ഈ ഭാഷ. അതായത് BJP എന്നത് ഹിന്ദി ഭാഷയിൽ, അത് നേരത്തെ അമിത്ഷായ്ക്ക് അടക്കം വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരു ഫിഗർ വേണം. ആ ഫിഗറായി അണ്ണാമല നല്ല ഭാഷാ സ്വാധീനമുള്ള വ്യക്തിയാണ്. അവിടെ 2 കാര്യങ്ങളാണ് BJPയുടെ അജണ്ട. കർണാടകത്തിൽ ഓൾറെഡി മുഴുവൻ സീറ്റുകളും എന്ന് പറയാവുന്ന തരത്തിൽ വിജയിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് കർണാടക ഒരു വിഷയമല്ല. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇതിൽ ഏറ്റവും പ്രാദേശികവാദം വീണ്ടും നിലനിൽക്കുന്ന, ദ്രാവിഡ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം എന്നത് തമിഴ്നാടാണ്. ആ തമിഴ്നാടിലെ ദ്രാവിഡരെ വിശ്വാസത്തിലെടുക്കുന്നതിനോടൊപ്പം അവിടെയാണ് നമ്മൾ സെങ്കോൽ സ്ഥാപിച്ചത് കണ്ടത്. സെങ്കോൽ സ്ഥാപിച്ചത് ഈ പാർലമെന്റിൽ സ്ഥാപിക്കുമ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് BJP തന്നെ അണ്ണാമലയോട് വിയോജിപ്പുണ്ടെന്നേ. ഈ അണ്ണാമല നടത്തുന്ന ചർച്ചകൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തുന്ന ചർച്ചകളിലൊക്കെ BJP കേന്ദ്ര നേതൃത്വത്തിന് എതിർപ്പുണ്ട്. പക്ഷെ അപ്പോഴും അണ്ണാമലയെ തള്ളാത്തത് അണ്ണാമല ആണ്. ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പോൾ അണ്ണാമല തോറ്റാൽ ഒരു വലിയ തിരിച്ചടിയാവുന്ന. കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജനകീയ നേതാവ് ക്രൗഡ് പുള്ളർ ആരായിരുന്നു? VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ എത്രയോ തവണ തോറ്റിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് VS അല്ലാതാകുന്നില്ല. അതുപോലെ അണ്ണാമലൈ തോറ്റാലും ജയിച്ചാലും അണ്ണാമലയാണ് ദക്ഷിണേന്ത്യയിലെ BJPയുടെ ക്രൗഡ് പുള്ളറായി BJP വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തമിഴ്നാട് അവർക്ക് വലിയൊരു 5 സീറ്റിനപ്പുറത്തേക്ക് നോക്കുന്നില്ല. അത് PMK പോലെയുള്ള ഒപ്പം നിൽക്കുന്ന പാർട്ടികളിൽ നിന്ന് അതാണ് പ്രതീക്ഷ, മറിച്ച് BJP അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, അവിടെ 38 എന്ന നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വലിയ ഡാമേജ് DMKക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ BJP അവിടെ 1, 2 വേണമെങ്കിൽ 3 സീറ്റുകൾ നേടാൻ ഉള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായാലും എനിക്ക് അതിശയമൊന്നുമില്ല. കാരണം അത്രമാത്രം പണി അവർ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ BJP സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു സീറ്റായിട്ട് ഇത് വന്നില്ല എങ്കിൽ പോലും അവരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഇമ്മീഡിയറ്റ് റിസൾട്ട് അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അത് ഭാവിയിലേക്കുള്ളതാണ്. അത് സംസ്ഥാന ഭരണവും ലോക്സഭയിലേക്കുള്ള സീറ്റുകളും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രമങ്ങളാണ്. അണ്ണാമലയുടെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും പക്ഷെ അതിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടാകും. BJPയെ സംബന്ധിച്ച് കാലാകാലങ്ങൾ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതല്ല, പെട്ടെന്നായിരിക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവുക. ആ ഒരു ഘട്ടമുണ്ട്. അങ്ങനെ അണ്ണാമലയ്ക്ക് ജയിച്ച് കഴിവ് തെളിയിക്കുക എന്നതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വേണ്ടത്. പക്ഷേ അത് നടക്കുമോ, കോയമ്പത്തൂർ പോലൊരു സീറ്റിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരിക്കാം. പക്ഷെ BJPയെ സംബന്ധിച്ച് സാധ്യതകളുണ്ട്. പക്ഷെ അവരുടെ സഖ്യം ഈ പറയുന്നത് പോലെ വലിയ സഖ്യമല്ല. അവർക്ക് യോജിക്കാൻ കഴിയാത്ത പലരുമായിട്ടും ഒക്കെ യോജിച്ചുള്ള സഖ്യമാണ്. അണ്ണാമലൈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചോ തോറ്റോ എന്നത് എനിക്ക് തോന്നുന്നില്ല. BJPയുടെ അവിടുത്തെ സ്വാധീനത്തെ വിലയിരുത്തുന്നത് അരവിന്ദ് കെജ്രിവാൾ മോദിക്കെതിരെ മത്സരിച്ച് തോറ്റു, പക്ഷെ അദ്ദേഹം ഇല്ലാതായില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായി, ഇപ്പോഴും സ്വാധീനമുള്ള അത് ഒരു വിഷയമല്ല. അപ്പോൾ അതല്ല, അതിനപ്പുറത്തേക്ക് BJP, നിങ്ങൾ പറഞ്ഞു BJP ഒരു ദീർഘകാലാടിസ്ഥാനത്തുള്ള രാഷ്ട്രീയം മുന്നിൽ കാണുന്നു, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നു BJPയുടെ തമിഴ്നാട്ടിലെ സ്വാധീനത്തിന് വെല്ലുവിളിയാവുന്നത് ഒരു പക്ഷേ DMK ആയിരിക്കും, AIDMK ആയിരിക്കും. കാരണം AIDMKയും തിരിച്ചറിഞ്ഞു ഞങ്ങൾ BJPക്കൊപ്പം നിൽക്കുന്നത് ഉണ്ട്. ആ സ്വാധീനമാണ് ഞാൻ അവിടെയാണ് ഞാൻ പറഞ്ഞത്. വിജയിയുടെ ഒരു പാർട്ടി 2024 വിജയിയുടെ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരുപക്ഷെ സ്റ്റാലിനേക്കാളും ഏറ്റവും കൂടുതൽ ജനസ്വാധീനം അത്തരത്തിൽ മറ്റൊരു തരത്തിലുള്ള അതിനൊപ്പമെങ്കിലും ജനസ്വാധീനമുള്ള ഒരു നേതാവായി വളർന്നു വരാൻ സാധ്യതകളാണ് വിജയ്.
വിജയും സ്റ്റാലിനും മത്സരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ രഞ്ജിത്ത് BJP അതൊക്കെ ഒരു പരീക്ഷണമാണ്. കാരണം രഞ്ജിത്ത്, അത് നമുക്കറിയാം വിജയന്റെ പാർട്ടി കമലഹാസന്റെ പാർട്ടി അനുകൂലമായി ഇതിനേക്കാൾ വലിയ ഹൈക്കമാൻഡ് സംഭവിച്ചില്ല. വിജയ് ഏതെങ്കിലും ഒരു താരത്തെ കേന്ദ്രീകരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ചിരഞ്ജീവിയുടെ പാർട്ടിക്ക് ചില ഉദാഹരണങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് അല്ല ഒന്നുമില്ല. സിനിമാ താരങ്ങൾ ഒന്നത് വിജയന്റെ പാർട്ടിയിൽ വരുന്നില്ല. എനിക്ക് പിന്നെ അഭിപ്രായമുണ്ട്. തമിഴ്നാട്ടിലേക്ക് ഹൈന്ദവത ദേശീയത എന്ന്